കെ റഫീഖ്, ഇതിപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു കേരളത്തിൻ്റെ തനത് അതിജീവനമാണ് എന്നാണ്. എന്നാൽ BJP പറയുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം എന്നാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് MT രമേശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വയനാട് ചൂരൽമല മുണ്ടക്കൈ ഇരകളെ സർക്കാർ കബളിപ്പിക്കുന്നു. വയനാട്ടിൽ ഇന്ന് നടന്നത് ഏകപക്ഷീയമായ പരിപാടി, പേരിനൊരു പരിപാടിയാണ് നടന്നത്. ഇരകളെ മുഖ്യ ശത്രുക്കളായി കാണുന്നു. ലിസ്റ്റ് പരിപൂർണമല്ല. വീട് എങ്ങനെയാണ് നൽകുക? 170 പേർക്ക് വീടുണ്ടാക്കി നൽകുമെന്ന് പറയുന്നു. ഇരകളുടെ സമ്പൂർണ്ണ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്രം നൽകിയ 111 കോടി രൂപ ലാപ്സ് ആവാതിരിക്കാൻ വേണ്ടിയുള്ള കണ്ണിൽ പൊടിയിടലാണ് നടന്നതെന്നാണ് BJPയുടെ പക്ഷം. കെ റഫീഖ്, ഇവിടെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഈ BJPയുടെ നേതൃത്വം പറഞ്ഞത് അവർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം വ്യക്തമാക്കുന്ന നിലയിലാണ്. അവരെ ഒരു നയാ പൈസ പോലും ഇതിനു വേണ്ടി നൽകിയില്ലല്ലോ. ഇവിടെ നിങ്ങൾ തന്നെ ചോദിച്ചല്ലോ, PDNA പ്രകാരം നമ്മൾ കൊടുത്തത് അത് ലഭിച്ചില്ല. ആഗസ്റ്റ് 17 നമ്മൾ കൊടുത്ത റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു പണവും ലഭിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനമന്ത്രി ഈ ദുരന്തബാധിത മേഖലയിലേക്ക് കടന്നു വന്നു. പ്രധാനമന്ത്രി എടുത്ത ഒരു കുഞ്ഞിൻ്റെ പേര് നെയ്സമോൾ എന്നാണ്. നെയ്സമോൾക്ക് നെയ്സമോളുടെ പിതാവ് നഷ്ടപ്പെട്ടു പോയതാണ്, ഷാജഹാൻ. നെയ്സമോളുടെ വല്യപ്പ മരണപ്പെട്ടു പോയതാണ് ഈ ദുരന്തത്തിൽ. നെയ്സമോളുടെ 2 സഹോദരിമാർ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയതാണ്. ആ നെയ്സമോളെ എടുത്തുകൊണ്ട് ലോകത്തിനു മുമ്പിൽ കാരുണ്യവാനായ പ്രധാനമന്ത്രി എന്ന് വരുത്തി തീർത്തതല്ലാതെ എന്ത് ആത്മാർത്ഥമായ നിലപാടാണ് BJP ഇവിടെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചത്? കേരള വിധവും അതുപോലെ തന്നെ ഇവിടെ ദുരന്തബാധിതരെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന നിലപാടുമാണ് കേന്ദ്രം സ്വീകരിച്ചത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇന്നത്തെ BJPയുടെ പ്രസ്താവനയും. കാരണം എല്ലാവരും വളരെ അഭിമാനപൂർവ്വം ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഇന്നത്തെ ചടങ്ങിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം പങ്കെടുത്തുകൊണ്ടൊരു പരിപാടി നടക്കുന്നു. ആ പരിപാടി വളരെ പ്രതീക്ഷയോടുകൂടി ദുരന്തബാധിതർ നോക്കിക്കാണുന്നു. ആ വേളയിൽ അതിനെതിരെ പറയാൻ BJPക്ക് അല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അതെല്ലാം ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ല യഥാർത്ഥത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ആന്ധ്രയിലും തെലങ്കാനയിലും കൂടെ മരണപ്പെടുന്നത് 37 പേരാണ്. 37 പേർ മരിച്ച ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും 3448 കോടി കൊടുക്കാൻ ഇത്ര കാലതാമസം ഒന്നും ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് കൊടുക്കുന്നു. 7ാമത്തെ ദിവസമാണ് 25 പേർ മരിച്ച ത്രിപുരയ്ക്ക് 40 കോടി കൊടുക്കുന്നത്. 7 മാസം പിന്നിട്ടിരിക്കുന്നു ചൂരൽമല മുണ്ടക്കയിൽ ദുരന്തമുണ്ടായിട്ട്. എന്തുകൊണ്ട് നൽകാൻ തയ്യാറാകുന്നില്ല? അപ്പം അങ്ങേയറ്റം ശത്രുതാപരമായ നിലപാടാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ദുരന്തബാധിതർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് ഈ ദുരന്തബാധിതരെ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയാണ്. ഇവിടെ കണ്ണിൽ പൊടിയിടുന്ന പ്രശ്നമല്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമല്ല എന്നത് വളരെ കൃത്യമായി ദുരന്തബാധിതർക്ക് തന്നെ ബോധ്യമുണ്ട്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലോകോത്തര നിലവാരത്തിലുള്ള ടൗൺഷിപ്പ് എന്നുള്ളത് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ആ നിലയിലാണ് ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്ന് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായി ഉള്ളത് എന്നത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അവിടെ അംഗൻവാടിയുണ്ട്, ആശുപത്രിയുണ്ട്, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, കളിസ്ഥലമുണ്ട്, കമ്മ്യൂണിറ്റി സെൻ്ററുണ്ട്, തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ടൗൺഷിപ്പ്, ലോകോത്തര നിലവാരമുള്ള ടൗൺഷിപ്പാണ് അവിടെ വിഭാവനം ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ് അവിടെയുള്ള ദുരന്തബാധിതർ. അവരുടെ അഭിപ്രായം കൂടെ തേടിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ടൗൺഷിപ്പിലേക്ക് കടന്നത്. പക്ഷേ അവരുടെ അഭിപ്രായം കേട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പരാതി. ഈ 15 ലക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിയത്, വീട് നിർമ്മാണത്തിൽ 20 ലക്ഷത്തിലേക്ക് എത്തിയത്, അവരുടെ ഒന്നും ഭാഗം നിങ്ങൾ കേട്ടിട്ടേ ഇല്ലല്ലോ. അവരുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായി എടുത്തൊരു നടപടി എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷ മന്ത്രിയെ വിമർശിച്ചത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത് അങ്ങ് പറഞ്ഞ ഈ വലിയ മാതൃകാ ടൗൺഷിപ്പ് വരുമ്പോൾ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്ന 64 ഹെക്ടർ ഭൂമി ഈ സർക്കാരിന് സ്വന്തമാകുമെന്ന് എന്താ ഉറപ്പ്? ഇപ്പോഴും കോടതി വ്യവഹാരത്തിലല്ലേ? നമ്മൾ കോടതിയിലല്ലേ പണം കെട്ടിവെച്ചത്? എൽഷൻ എസ്റ്റേറ്റ് ഭീമമായ തുകയല്ലേ ആവശ്യപ്പെടുന്നു? അല്ല, കോടതി വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. 2 തരത്തിൽ. ആദ്യം മാനേജ്മെൻറ്റ് കോടതിയെ സമീപിച്ചു. അപ്പോൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളത് കൃത്യമായി കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടന്നത്. പിന്നീട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്ഘാടന പരിപാടി പോലും തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടമസ്ഥർ കൊടുത്തപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ദുരന്തബാധിതരെ കേൾക്കാത്ത സാഹചര്യമില്ല. ദുരന്തബാധിതരെ ആദ്യഘട്ടത്തിൽ തന്നെ മുട്ടിൽ വെച്ചുള്ള വിളിച്ചു ചേർത്തുകൊണ്ട്
എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യം? അവർ പറഞ്ഞതാണല്ലോ ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒന്നിച്ച് അത് സംബന്ധിച്ചു ഒരു കമ്മ്യൂണിറ്റി ലൈഫ് എന്ന് പറഞ്ഞു. പക്ഷേ ലിസ്റ്റ് അപൂർണമാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള അഭിപ്രായം കേട്ടുകൊണ്ടാണ് ടൗൺഷിപ്പ് ഒന്നിച്ചുള്ളതായി മുന്നോട്ട് പോകുന്നത്. ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ നോക്കൂ, 3 കാറ്റഗറിയിലായിട്ടുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് നമുക്കറിയാലോ. ഫേസ് 1 വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർ. ആദ്യം അവർക്ക് കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, പരാതി കൊടുക്കാനുള്ള സമയം കൊടുത്തു, ഫൈനൽ ലിസ്റ്റാക്കി. പിന്നെ ഫേസ് 2 എയും ബിയും അത് 2 ഘട്ടങ്ങളായി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു, കരട് പ്രസിദ്ധീകരിച്ചു, പരാതി കൊടുക്കാനുള്ള അവസരം കൊടുത്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിഗണിക്കാവുന്നത് ആ മാനദണ്ഡത്തിൽ ഉള്ളിൽ വരുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇപ്പം 30-ാം തീയതി വരെ വീണ്ടും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ കലക്ടർക്ക് തന്നെ കൊടുക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ വീണ്ടും സംസ്ഥാനതല ദുരന്ത അതോറിറ്റിക്ക് പരാതി കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അങ്ങനെ ആളുകൾക്ക് നിലവിലൊരു മാനദണ്ഡം പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമാണല്ലോ ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുക. ആ മാനദണ്ഡത്തിന് ഇടയിൽ ഉള്ള അർഹതപ്പെട്ട ആളുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനിയും സമീപിക്കാനുള്ള അവസരം കൊടുക്കുന്നു. നിരവധിയായ തവണ ഒറ്റയടിക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയല്ല ചെയ്തത്. കൃത്യമായി ദുരന്തബാധിതർക്ക് ആവശ്യമായ അവസരങ്ങൾ നൽകിക്കൊണ്ട് അവർക്ക് ഏതാണ് താല്പര്യമെന്നത് ചോദിച്ചുകൊണ്ട് ഒക്കെയാണ് പോകുന്നത്. നിങ്ങൾ 20 ലക്ഷത്തിൻ്റെയും 15 ലക്ഷത്തിൻ്റെയും പറഞ്ഞു. 20 ലക്ഷത്തിൻ്റെ വീടല്ല, ഗവൺമെൻറ് വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. 20 ലക്ഷം സ്പോൺസർമാരിൽ നിന്ന് വാങ്ങുന്ന തുകയാണ്. പകരം എത്രയാണോ തുക വരുന്നത് ബാക്കി തുക ഗവൺമെന്റ് കണ്ടെത്തും. അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ 20 ലക്ഷത്തിന്റെ വീട് എന്ന രൂപത്തിലല്ല പറയേണ്ടത്. ആദ്യം 30 ലക്ഷം എന്ന് പറയുകയും പിന്നീട് 20 ലക്ഷമാക്കി ചുരുക്കുകയും ചെയ്യേണ്ടി വന്നത് സ്പോൺസർമാരുടെ സമ്മർദ്ദം മൂലമാണ് എന്ന് നമുക്കറിയാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റായ വാദമാണ് ശ്രീ അരുൺ. അത് തെറ്റായ വാദമാണ്. അതായത് 30 ലക്ഷം രൂപയുടെ വീട് എന്ന് ആദ്യം പറഞ്ഞതും ഇപ്പം അത് കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല. സ്പോൺസർമാരിൽ നിന്ന് 20 ലക്ഷം രൂപ വാങ്ങുന്നു എന്ന് മാത്രമാണ്. ബാക്കി തുക ഗവൺമെൻറ് സ്പോൺസർഷിപ്പിലൂടെയും അതുപോലെ തന്നെ സാധന സാമഗ്രികളുടെ സ്പോൺസർഷിപ്പിലൂടെയും മറ്റും ഗവൺമെൻറ് ബാക്കി തുക കണ്ടെത്തും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ 30-20 ലക്ഷത്തിലേക്ക് കുറച്ച് എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച കണ്ടത് ഇന്ന് പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ ഈ ശിലാപാളി ഇടുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടുള്ള ഐക്യവും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. Debate with Dr. Arun Kumar.